ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ദിവ്യ എസ് അയ്യർ IAS. സൈബർ ആക്രമണം കൊണ്ട് നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഒരു സിനിമ പോലെയാണ് ഇപ്പോഴത്തെ വിവാദവും. റിലീസ് ചെയ്യുമ്പോൾ പലരും പല വിധത്തിലുള്ള പ്രതികരണം നടത്തും. തങ്ങൾ ഉദ്ദേശിച്ചതാവില്ല കാഴ്ചക്കാരൻ കാണുക. ഞാനും ശബരിനാഥനും ഞങ്ങളായി തന്നെ തുടരുമെന്നും ദിവ്യ എസ് അയ്യർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. വിവാദങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, എന്ത് തോന്നുന്നു? ഇത്രയും പ്രതീക്ഷ നമ്മളിപ്പോൾ ചലച്ചിത്ര അവാർഡ് ദാനത്തിൽ നിൽക്കല്ലേ. ഈ ചലച്ചിത്രം നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പലരും പല വിധത്തിലുള്ള പ്രതികരണമായിരിക്കാനും വരുന്നത് അല്ലേ. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇതായിരിക്കും, പലർക്കും ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ജീവിതവും ചലച്ചിത്രമൊക്കെ ഏകദേശം ഒരേപോലെയാണെന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. അത്രേ ഉള്ളൂ. പക്ഷേ ദിവ്യ സയ്യറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് സ്വന്തം നിലപാട് പറയാൻ പറ്റില്ല എന്ന് തോന്നും എന്ന തരത്തിൽ പ്രതികരിക്കുന്നു. സ്നേഹം മാത്രം മതി. അല്ല, അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നതുകൊണ്ടാണോ ഈ വേറെ ആരെങ്കിലും ഇതിട്ടാൽ ആ തരത്തിൽ പ്രതിഷേധം വരുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, എനിക്ക് എൻ്റെ അതായത് ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ അല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ നമ്മൾ എന്നോട് പറയേണ്ടത് ഒത്തിരി പറഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് നമുക്ക് അതങ്ങ് മറക്കാം. എന്താ ഈ സൈബർ ആക്രമണം കൊണ്ട് നിലപാടിൽ വിട്ടുവീഴ്ച വരുമോ? ഇല്ല, ഞങ്ങളായി തന്നെ തുടരും. ദിവ്യ ഒന്നും വിട്ടു പറയുന്നില്ല. സാധാരണ നമ്മൾ കുറേ വർഷങ്ങളായി ദിവ്യയെ കാണുന്നതല്ലേ, എന്ത് ചോദിച്ചാലും ഉരുളക്കപ്പേര് പോലെ മറുപടി തരുന്നതായിരുന്നു. പക്ഷേ ഇച്ചിരി ശരി ആയിക്കോട്ടെ, കൂടുതൽ ഉപദ്രവിക്കുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദ് റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. ഓക്കെ, റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. ദിവ്യ വളരെ കൂളാണ് അല്ലേ? ഇന്നലെ മാത്രമല്ല ചലച്ചിത്ര അവാർഡ് വേദിയിൽ സായാഹ്നത്തിൽ ദിവ്യയുടെ പാട്ടൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇന്നലെ ന്യൂസ് നൈറ്റിൽ. വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് കത്തുന്ന സമയത്ത് ദിവ്യ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത്. ശബരിനാഥനുമായിട്ട് വ്യക്തിപരമായിട്ട് പ്രശ്നമില്ല. മാത്രമല്ല അതൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഭർത്താവിൻ്റെ കാര്യത്തിൽ വിയോജിപ്പുണ്ട്, ഭാര്യയ്ക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായമുണ്ട്. രണ്ടുപേരും ചേർന്നുള്ള അഭിപ്രായമാണല്ലോ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അക്കാര്യത്തിൽ ദിവ്യയ്ക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ അങ്ങനെ നടക്കും, ഞങ്ങളായി തന്നെ ഇരിക്കും എന്ന് പറയുന്നതിനകത്തൊരു കൗതുകമുണ്ട്, ഒരു സന്തോഷമുണ്ട് അല്ലേ റഹീസ്? ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ് ദിവ്യ ഭയങ്കരമായ ഒരു കൂളിലാണ്. നമ്മൾ സൈബർ ആക്രമണം കാണുമ്പോൾ ആക്രമണം നിരന്തരം നേരിടുന്ന ഒരാൾ പതറിപ്പോയിട്ടുണ്ടാവുക, ഒരു മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവുകയൊക്കെ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായും കരുതും. പക്ഷേ ഇന്നലെ വൈകുന്നേരം രാത്രി വൈകി ചലച്ചിത്ര അക്കാദമിയുടെ അവാർഡ് വിതരണമൊക്കെ കഴിഞ്ഞ് ദിവ്യയെ കാണുമ്പോൾ നമ്മളിപ്പം നമ്മളിപ്പോൾ പ്ലേ ചെയ്ത വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ദിവ്യ എത്രത്തോളം കൂളാണെന്ന്. പക്ഷേ കൂടുതൽ സമയം നിന്ന് നമ്മളോട് സംസാരിച്ച് അതിൽ നിന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ദിവ്യ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദിവ്യ അങ്ങനെ അങ്ങ് നിന്ന് സാധാരണഗതിയിൽ നമ്മളോടൊന്നും സംസാരിക്കുന്നത് പോലെ സംസാരിക്കാതിരുന്നത്. പക്ഷേ ദിവ്യ ഷാർപ്പായി പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നതെങ്കിലും ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ നിരവധിയുണ്ട്. എങ്കിൽ പോലും തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കും. അത് തൻ്റെ നിലപാടാണ് എന്ന് ദിവ്യ ഒരു വരിയിലാണ് പറയുന്നതെങ്കിൽ പോലും വളരെ കൂളായി സംസാരിക്കുമ്പോൾ പോലും നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. തനിക്ക് പറയാനുള്ളത് തനിക്ക് ബോധ്യമായ കാര്യം മാത്രമാണ് താൻ പറഞ്ഞത് എന്നാണ് ദിവ്യ നമ്മളോട് സംസാരിച്ചതിൻ്റെ ആകെ ചുരുക്കം. ഭർത്താവ് KS ശബരിനാഥൻ മുൻ MLA ആണ്, കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നതുകൊണ്ട് എനിക്ക് ശബരിനാഥൻ്റെ നിലപാട് തന്നെ വേണം എന്ന് ശാഠ്യം പിടിക്കരുത് എന്നാണ് ദിവ്യയോട് നമ്മൾ മൈക്കിന് പുറത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. സ്വാഭാവികമായി അതുതന്നെയാണ് അവർ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് പറയും, ഞങ്ങളായി തുടരും, ഞാനും ശബരിയായി തുടരും, ഞങ്ങളായി തുടരും, ഒരുമിച്ച് അവർ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഒരുമിച്ച് തുടരും എന്ന കാര്യം ദിവ്യ കൃത്യമായി തന്നെ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇതുകൊണ്ട് രാഷ്ട്രീയമായ
വിമർശനങ്ങൾ നേരിടുന്നതുകൊണ്ട് ഇനി ശബരിക്ക് നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ഞാൻ പറയുന്നത് നിർത്തില്ല, തൻ്റെ നിലപാട് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ ദിവ്യ പറയുന്നു. ചലച്ചിത്ര അക്കാദമി വേദി ആയതുകൊണ്ട് തന്നെ അതുമായി കണക്ട് ചെയ്താണ് ദിവ്യ പറയുന്നത്. സിനിമ പോലെയാണ് വിവാദങ്ങൾ. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ പലതരം പ്രേക്ഷകരുണ്ട്. അത് സംവിധായകൻ ഉദ്ദേശിച്ച തരത്തിലായിരിക്കില്ല എല്ലാവരും കാണുക, ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. അതുപോലെ തന്നെയാണ് താൻ പറഞ്ഞതിനെ മറ്റുള്ളവർ കരുതുന്നത്. നന്മയെ കരുതി ഒരു കാര്യം പറഞ്ഞു, അത് ചിലർ അത് നല്ലതായി എടുത്തു, മറ്റു ചിലർ മോശമായി എടുത്തു എന്നതാണ് ദിവ്യ സംസാരിച്ചതിൻ്റെ ആകെ ചുരുക്കം. ഡോക്ടർ ഓക്കെ, എന്തായാലും കൊള്ളാം റഹീസ് റഷീദ്. വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു. യഥാർത്ഥത്തിൽ ആ പ്രതികരണങ്ങളൊക്കെ വേണ്ടിയിരുന്നു എന്നുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതെന്തുമാവട്ടെ, അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടല്ലോ.